വളരെ സന്തോഷം തോന്നുന്നു. ലച്ചുഭായിൻ്റെ ഫാദറിനെ ഞാൻ ഓർക്കുന്നു. ഈ സിനിമയിൽ എന്നെ ആഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, കാരണം ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയതാണ്. നല്ല ടീമാണ്, അവരെന്നെ ആഡ് ചെയ്തു. നല്ല റെസ്പോൺസാണ്, എല്ലാവരും തന്നെ പറയുന്നു. അങ്ങനെ ബിൽഡപ്പ് ചെയ്ത ഇതാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇതിന് മുമ്പ് ബാഡ് ബോയ്സിൽ അഭിനയിച്ചാണ്, പിന്നെ വിപിൻ ആക്ടറുടെ വേറെ പടത്തിൽ അഭിനയിച്ചു. ഇനി നല്ല എക്സ്പീരിയൻസ്, ഹാപ്പിയായി വളരെ. എൻ്റെ സീൻ ഉണ്ടാവും സംശയം ഉണ്ടായിരുന്നു. നല്ല ടീമാണ്. മറ്റേ കല്ലൂർ ദിനേശ് മകനെ ആക്ട് ചെയ്ത പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ നീരസം ഉണ്ടാവും, ഞാൻ അവർക്ക് പിന്മാറിയത്. പക്ഷേ അവരെൻ്റെ സീൻ ആഡ് ചെയ്തു, അത് വളരെ നന്ദി. അല്ല, വരുന്ന പോലെ നമ്മളങ്ങനെ വലിയ ആക്ടറൊന്നുമല്ല, നമ്മുടെ പോപ്പുലാരിറ്റി വെച്ചിട്ടാണ് അവർ കാസ്റ്റ് ചെയ്തത്. ഇനി അങ്ങനത്തെ റോൾ വരികയാണെങ്കിൽ ചെയ്യും. ഭയങ്കര പാഷനൊന്നുമില്ല. ഇവിടെ എറണാകുളത്തേക്ക് ഷൂട്ടിംഗ് ആണെങ്കിൽ പോയി അഭിനയിക്കും. റിവ്യൂ തുടർന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തിയേറ്ററിലും മറ്റേ സിനിമാക്കാർക്ക് വളരെ എതിർപ്പുണ്ട്. എന്തായാലും അവരോട് എനിക്ക് യാതൊരു ദേഷ്യ വൈരാഗ്യമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. തിയേറ്റർ ഓണറിന് ഞാനതിന് പ്രശ്നമില്ല, ചില സിനിമക്കാരാണ് വിലക്കുന്നത്. നമ്മൾ നിഷ്പക്ഷമായ റിവ്യൂ കൊടുക്കുന്നു, അതേ ഉള്ളൂ. നല്ലതെന്ന് പറയും, മോശം പറയും. ഈവനിപ്പോൾ ബാഡ് ബോയ്സ് പോലും എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ അഭിനയിച്ച പടം നെഗറ്റീവ് കൊടുത്തത്. ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എനിവേ എല്ലാം നന്നായിട്ട് പോട്ടെ. ആരോടും അങ്ങനെ ദേഷ്യമൊന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. വിപിൻ ആക്ടറുടെ പടത്തിലാണ് ആദ്യം അഭിനയിച്ചത്, അത് ഇറങ്ങാനുണ്ട്. ബാഡ് ബോയ്സ് നേരത്തെ ഇറങ്ങി, അതിൽ ഡയലോഗ് റോളായിരുന്നു. ഇതിലും ഡയലോഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ പിൻവാങ്ങി. അത് അവർ പോസിറ്റീവിലെടുത്തത്. നല്ല ടീമാണ് അവർ. പടം കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ട്. മമ്മൂക്കയുടെ സ്റ്റൈലിഷ് പെർഫോമൻസാണ്. പിന്നെ ഹക്കി റൺ ചെയ്തിട്ടുണ്ട്, എല്ലാവരും റൺ ചെയ്തിട്ടുണ്ട്. മറ്റേ സിദ്ധാർത്ഥ് ഭരതൻ, ഞാൻ സിദ്ധാർത്ഥ് ഭരതൻ ഗൗതമിൻ്റെ ഒപ്പം ഷൂട്ട് ചെയ്തത്. ഗൗതമിന് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. അതേപോലെ സിദ്ധാർത്ഥ് ഭരതൻ. ഇന്നിപ്പോൾ ശശാമ്, കോക്ക്, സീക്രട്ട് ഏജൻ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുവേ എൻ്റെ റോള് ക്യാമിയ റോളാണെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം അത് ഇങ്ങനെ ഒരു സസ്പെൻസോടെ വെച്ചിട്ട് പെട്ടെന്നാണ് എൻ്റെ മുഖം വരുന്നത്. അപ്പോൾ ആൾക്കാർ വലിയ ചിരിയും കൈയിടലായിരുന്നു. രണ്ടാമത് കാണാൻ വേണ്ടിയാണ് വന്നത്. എനിവേ എനിക്ക് ചിരി വന്നേ, കാരണം എൻ്റെ ഫേസ് കണ്ടപ്പോൾ എനിക്കത് ചിരി വന്നു. ഇപ്പോൾ ആളുകൾ എൻ്റെ ഫേസ് കണ്ട് ചിരിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. കാരണം ഒരു കോമഡി എലമെൻറ്റ് എൻ്റെ ഫേസിലുണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത് മനസ്സിലായി. എസ്പെഷ്യലി പെൺകുട്ടികളല്ല. എന്തായാലും എൻജോയ് ചെയ്തു, വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ വലിയ നടന്നൊന്നുമല്ലേ, നമ്മളിപ്പോൾ ഒന്നുണ്ടെങ്കിൽ ചെറിയ ദിവസം ചെയ്യുന്നുള്ളൂ. അറിയില്ല, നമ്മളൊന്നും പ്ലാൻ ചെയ്ത പോലെ അല്ല അറിയാം. ഇതൊന്നും വയറിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ എനിക്ക് കല്യാണം പ്ലാനൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കാൻ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു.